നമസ്കാരം. കണ്ണൂരിൽ ബേക്കറി ഉടമയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം കവർന്നെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കാറിലെത്തിയ സംഘം ഏച്ചൂർ സ്വദേശി റഫീഖിനെ തട്ടിക്കൊണ്ടുപോയി 9 ലക്ഷം രൂപ കവർന്നെന്നാണ് പരാതിയിൽ പറയുന്നത്. പുലർച്ചെ ബംഗളൂരുവിൽ നിന്ന് ഏച്ചൂരിൽ ബസ് ഇറങ്ങിയപ്പോഴാണ് റഫീഖിന് നേരെ 4 അംഗ സംഘത്തിന്റെ അക്രമമുണ്ടായത്. മർദ്ദിച്ച് അവശനാക്കി പണം കവർന്നതിന് ശേഷം കാപ്പാട് ഉപേക്ഷിച്ചു കടന്നുവെന്നാണ് റഫീഖിന്റെ പരാതി. ബംഗളൂരുവിൽ സ്വന്തമായി ബേക്കറി നടത്തുന്ന റഫീഖ് രാത്രി നാട്ടിലേക്ക് ബസ് കയറിയതായിരുന്നു. ഏച്ചൂരിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കറുത്ത കാർ വന്ന് നിർത്തിയ ശേഷം 3-4 പേർ ചേർന്ന് റഫീഖിനെ വലിച്ച് കാറിലേക്ക് കയറ്റുകയായിരുന്നു. വാ പൊത്തിപ്പിടിച്ചതിനാൽ ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് റഫീഖ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. തോളിലിട്ടിരുന്ന ബാഗ് എടുക്കാൻ സംഘം ശ്രമിച്ചെങ്കിലും വിട്ടു നൽകാത്തതിനാൽ റഫീഖിനെ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ മൂക്കിനും അരക്കെട്ടിനും ഉൾപ്പെടെ ശരീരത്താകെ പരിക്കുപറ്റി. സംഘത്തിൽ ഒരാൾ വാളെടുത്തതോടെ ജീവനിൽ ഭയന്നാണ് ബാഗ് നൽകിയതെന്നും അതിലുണ്ടായിരുന്ന 9 ലക്ഷം രൂപ മുഴുവനായി തട്ടിയെടുത്തെന്നും റഫീഖ് പറഞ്ഞു. മുഖംമൂടി ധരിച്ചായിരുന്നു സംഘം ആക്രമണം നടത്തിയത്. പ്രതികളുടെ ശബ്ദം കേൾക്കാനായെങ്കിലും റഫീഖിന് അവരെ തിരിച്ചറിയാനായില്ല എന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, റഫീഖിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നതും ഇറങ്ങുന്ന സ്ഥലവുമെല്ലാം വ്യക്തമായി ധാരണയുള്ളവരാണ് ആക്രമണം നടത്തിയത് എന്നതാണ് വസ്തുത. ബംഗളൂരുവിൽ ബേക്കറി ഉടമയായ റഫീഖ് പണയം വെച്ച സ്വർണം എടുക്കാനായി പലരിൽ നിന്നായി കടം വാങ്ങിയ പണമായിരുന്നു ബാഗിലുണ്ടായിരുന്നത്. നിലവിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് റഫീഖ്. അതേസമയം സംഭവത്തിൽ ചക്കരക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ പരിശോധന കേന്ദ്രീകരിച്ചാവും പോലീസിന്റെ പ്രാഥമിക അന്വേഷണം.